നിസാൻ GTR 4x4 ഒരു ഡ്രിഫ്റ്റ് കാറാണ് കേട്ടോ ഗാരേജിൽ സർവീസിന് കയറിയേക്കണത്. ഈ ഒരു ഡ്രിഫ്റ്റ് ആർസിയുടെ കംപ്ലൈന്റ് ഞാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്, റിമോട്ട് ഓണായി, സ്റ്റിയറിംഗ് സൈഡ് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ത്രോട്ട് കൊടുക്കാൻ നേരത്ത് ഉള്ളിൽ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വണ്ടി റണ്ണാവുന്നില്ല. അതാണ് ഈ ഒരു ആർസിയുടെ കംപ്ലൈന്റ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വണ്ടി ഒന്ന് അഴിച്ച് ആ ഒരു കംപ്ലൈന്റ് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇതാണ് ഈ ഒരു RC കാറിന്റെ ഉൾഭാഗം വരുന്നത്. ഈ ഒരു ഗിയർ ബോക്സിന്റെ ഉള്ളിൽ സ്റ്റെക്കായിട്ട് ഇരിക്കണ. അപ്പൊ നമുക്ക് ഈ ഒരു ഗിയർ ബോക്സ് ഒന്ന് അഴിച്ചു നോക്കാം. ഈ ഒരു ഗിയർ ബോക്സിന്റെ ഉൾസൈഡാണ് കാണുന്നത്. ഈ ഒരു RCയുടെ ഈ ഒരു ഷാഫ്റ്റുമായിട്ടിരിക്കുന്ന ഈ ഒരു ടീത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ടീത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു RC കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ടീത്ത് കിട്ടുമെന്നൊന്ന് അന്വേഷിച്ച് നോക്കണം, എന്നാലേ നമുക്ക് ഇത് സർവീസ് ചെയ്ത് പഴയ രീതിയിൽ റണ്ണിങ് കണ്ടീഷൻ ആക്കാൻ പറ്റുള്ളൂ. വണ്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷെ സംഭവം ഇതിനകത്തിരിക്കുന്ന ടീത്തുകളെല്ലാം പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുറെ അന്വേഷിച്ച് നടക്കേണ്ടി വരും ഇതേപോലത്തെ വണ്ടികളുടെയൊക്കെ ടീത്ത് കിട്ടാനായിട്ട്. അപ്പൊ നമ്മളിത് പഴയ കണ്ടീഷനിൽ സെറ്റ് ചെയ്തിട്ട് ഇത് കസ്റ്റമർക്ക് റിട്ടേൺ കൊടുക്കണേണ്ട. നമ്മുടെ ഗീവ് അവേ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അപ്പൊ കമന്റിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് വാട്സപ്പിലായിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും അയച്ചു തന്നാൽ നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാട്ടാ.